ഹൈബി ഈഡന് ഈ സോഷ്യൽ മീഡിയയുടെ ചുമതല കൊടുത്തതിൻ്റെ എന്താണ് മാറ്റം റിസൾട്ട് വളരെ പെട്ടെന്ന് കണ്ടു. അതായത് ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ അവരുടെ എല്ലാം കവർ പിക്ചർ മാറ്റിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതായത് അമ്പലക്കള്ളന്മാർക്ക് വോട്ടില്ല എന്ന മട്ടിൽ ഉള്ള ഒരു പ്രചാരണ പരിപാടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. കാരണം ഇവിടെ തുഴഞ്ഞു നിൽക്കാൻ പറ്റില്ല, അടുത്തതിലേക്ക് അവർക്ക് പോകണം. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചാരണ വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാവരുത്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചു നിന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെയും ചുമന്നുകൊണ്ട് പോയാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ നാറിയവനെ ചുമന്നാൽ ചുമന്നുകൊണ്ട് നാറുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കുക, അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് സ്വാഭാവികമായും കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഇത്തരം ഹൂളിഗൻസിനെ ഒഴിവാക്കിക്കൊണ്ട് ഹൈബി ഈഡൻ കാര്യക്ഷമമായി നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട്, അതാണ് സോഷ്യൽ മീഡിയയിൽ നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം. അപ്പോൾ ആ നിലയ്ക്കുള്ള മാറ്റം അവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വറിനെ പോലെയൊക്കെയുള്ള ചില കക്ഷികൾ മാത്രമേ ഈ പിന്തുണയുമായി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു വലിയ പിന്തുണ ലഭ്യമാകാൻ സാധ്യതയില്ലെന്നായിരിക്കും.